അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ യാത്രയെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ സംസാരങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾ എഴുതി കൊടുക്കുന്ന വിഷയങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്ന മൊബൈല്, അതിലൂടെ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത്, നിങ്ങൾ കേൾക്കുന്ന സംസാരങ്ങൾ, കൊടുക്കേണ്ട മറുപടികൾ എല്ലാം ആശീർവദിക്കുന്നു. നിങ്ങൾ കൈമാറുന്ന രേഖകൾ, വാങ്ങിക്കുന്ന രേഖകൾ, കാത്തിരിക്കുന്ന രേഖകൾ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഡേറ്റുകൾ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നീ കടന്നു പോകുന്ന വാഹനങ്ങൾ, സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, പ്രൈവറ്റായാലും പബ്ലിക്കായാലും, നീ തിരിച്ച് വീട്ടിലെത്തുന്നവരെ ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിന്റെ യാത്രകളെ ആശീർവദിക്കുന്നു. ദൈവത്തിലെ നീ വിഷമിക്കുന്ന വിഷയങ്ങൾ, സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, ഏത് വിഷയത്തിന് വേണ്ടിയാണ് നീ വേദനിക്കണത്, അതെല്ലാം മാതാവ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ നിന്റെ കണ്ണീനിരകളെ ഏറ്റെടുക്കുകയും നിന്നെ ആശ്വസിപ്പിക്കുകയും സാക്ഷ്യം പറയാൻ നിന്നെ ബലിഷ്ഠമാക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദിവസങ്ങളിൽ ഇവനാരാണ് കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. അപ്പോൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള അനുഭവങ്ങളിലേക്ക് അനുഭവങ്ങളുടെ അറിവുണ്ടാകാൻ വേണ്ടി ക്രിസ്തു തന്നെ നമ്മളെ നിർബന്ധിച്ച് ഇരുട്ട് കടലിലേക്ക് തള്ളിവിടുന്നത് നമ്മൾ കണ്ട്. പിന്നെ ഇന്നലെ നമ്മൾ കണ്ടത് നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് എന്ത് പറയുന്നു, ഞാൻ ആരാണെന്ന് ജനങ്ങൾ പറയുന്നത്. അപ്പം ജനങ്ങൾ പറഞ്ഞാലും ഇന്നലെ 10 ദിവസത്തിൻ്റെ 2 10 ദിവസം 3 പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ നീ മരണം വരെ വളരണമെന്ന്. ജനങ്ങളങ്ങനെ പലതും പറയും, പക്ഷെ നിനക്ക് കൃത്യമായ അറിവിൽ ബോധ്യവും ഉണ്ടാകണം. അറിവിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുമെന്നാണ് 10 ദിവസത്തിൻ്റെ വചനത്തിൽ നമുക്ക് ഇന്നലെ മനസ്സിലായത്. ഇന്നിപ്പോൾ പറയണത് നേരെ ചോദ്യം നമ്മുടെ മുഖത്തേക്ക് വരിക.
എന്താ പറയണത്? മത്തായി 16:15. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇത് നമ്മൾ മരണം വരെ ഓരോ ദിവസവും ഇന്നലെ കണ്ടതുപോലെ, അതായത് അപ്പൊ പത്രോസ് ഒരു ഉത്തരം പറയും, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. അപ്പൊ പത്രോസ് പറഞ്ഞത് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. പക്ഷെ അത് പത്രോസിൻ്റെതായിട്ട് ഈശോ അത് അംഗീകരിക്കണില്ല. ഈശോ പറയണ്ട, എന്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി. അതാണ് പത്രോസിന്റെ ആടെ ഈശോ അത് അംഗീകരിക്കണില്ല. ഈശോ പറഞ്ഞ എന്താണ്? ഇപ്പൊ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്നൊക്കെ പറയുമ്പോഴും പത്രോസ് പറയും അത് വെളിപാടാണ്, എനിക്ക് നീയാണ് ഈ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ അധികാര സ്ഥാനം തരേണ്ട ആളെന്ന് എനിക്ക് മനസ്സിലായി. അത് ഈശോയ്ക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. 12 അണ്ണന്മാരുണ്ടല്ലോ, 12 അണ്ണന്മാർ വന്നിട്ട് ഇവരിൽ സീനിയർ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ത്രയോസിനാണ് താക്കോൽ കൊടുക്കേണ്ടത്. അന്ത്രയോസാണ് ആദ്യം വന്ന കക്ഷി. അന്ത്രോസ് പോയി പത്രോസിനെ വിളിച്ചോണ്ട് വരികയാണ്. പത്രോസിനെ വിളിച്ചോണ്ട് വന്നതിന് ഇപ്പൊ താക്കോൽ കൊടുക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. അതെന്തും ആയിക്കോട്ടെ. പക്ഷേ വിദ്യാഭ്യാസവും കുറച്ച് വിവരം കൊണ്ടൊക്കെ ഉള്ളത് യോഹന്നാനെയാണ്. അടിപൊളി സുവിശേഷമില്ല, കണ്ടില്ലേ? 2000 കൊല്ലം കഴിഞ്ഞിട്ടും വായിച്ചു പിന്നെയും ആഴങ്ങളിലേക്ക് പോവുകയാണ് യോഹന്നാൻ. അപ്പം അറിവ് ഇപ്പം ഇന്നത്തെ രീതിയാണെങ്കിലൊക്കെ അറിവ് നോക്കാനാണെങ്കിൽ യോഹന്നാനെയാണ് ശരിക്കും പറഞ്ഞാൽ താക്കോൽ സ്ഥാനം കൊടുക്കേണ്ടത്. പക്ഷെ ഈശോ പറഞ്ഞ് താക്കോൽ സ്ഥാനം തരേണ്ടത് അധികാരം അപ്പനാണ് തീരുമാനിക്കണമെന്ന് പറഞ്ഞു. അത് ഈശോയുടെ ഒരു നിലപാടാണത്. ഞാനല്ല, നിനക്ക് പണ്ട് സെബദി പുത്രന്മാരോടും പറയുമ്പോൾ എന്താ പറയണത്? ഞാനല്ല, എൻ്റെ ഇടത്തോ വലത്തോ ഇരിക്കുന്നത് ആരാണെന്ന് തീരുമാനിക്കുന്നത് അപ്പനാണെന്ന് പറയും, പിതാവായ ദൈവമാണെന്ന് പറയും. അതെന്നെ ഇപ്പോഴും പറഞ്ഞിരിക്കണത്. അപ്പയോട് ചോദിക്കണം, അപ്പ ഇതിൽ ആരാണ് 12 പേരിൽ ഒന്നാമൻ ആരാണെന്ന് ചോദിക്കും. എന്താണ് അതറിയാൻ വേണ്ടിയാണ് ഈശോ ചോദ്യം എടുത്തത്. അതായത് അധികാരം വരണത് ഈശോയെക്കുറിച്ചുള്ള അറിവിലൂടെയാണ് വരണത്. പക്ഷെ ഈ അറിവെന്ന് പറയണത് പുസ്തകം വായിച്ച ഗവേഷണം നടത്തുന്ന അറിവല്ല, അഭിഷേക വിധി പ്രകാരമുള്ള അറിവുണ്ട്. പുസ്തകം വായിക്കുന്നതും ഗവേഷണം നടത്തുന്ന അറിവ് തന്നെയാണത്, ബേസ്മെൻ്റാണ്. പക്ഷെ അതുകൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല, വായിച്ച മനസ്സിലാക്കിയിരിക്കാന്നേ ഉള്ളൂ. മറ്റേ അഭിഷേക വിധി പ്രകാരം അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഈ ചൂട് പൊട്ടറ്റോ കിട്ടിയ പോലെയാണ്. അത് കൈ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, അവൻ അപ്പത്തിന് ആർക്കും കൊടുക്കും. അതുപോലെ കൈമാറ്റം ചെയ്യും. അതാണ് ഈ ലൈബ്രറി നോളജിൻ്റെ പ്രശ്നം. കൈമാറ്റം ചെയ്യാൻ പാടായിരിക്കും. അവനത് ആർജിച്ചെടുക്കണതല്ലേ. മറ്റത് പിതാവ് നൽകണതാണ്. പിതാവ് നൽകുന്നത് കാണുമ്പോൾ അത് അഭിഷേക വിധി പ്രകാരമാണ്, അത് കൈമാറ്റം ചെയ്യാൻ പറ്റും. കൈമാറ്റം ചെയ്യാൻ വേണ്ടിയാണ് കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു അറിവുണ്ട്. നമ്മുടെ ലോകത്തിൻ്റെ ജ്ഞാനമാർഗങ്ങളിലൂടെ അറിവ് സമ്പാദിക്കുമ്പോഴും ഈ അഭിഷേക അറിവിന് വേണ്ടി തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം. അതായത് ക്രിസ്തു എല്ലാവർക്കും എല്ലാമാണെന്ന് പറഞ്ഞൊരു വചനമാണ്. അപ്പൊ ക്രിസ്തു എല്ലാവർക്കും എല്ലാമാണ്. കൊളോസ്യസ് 3:11. ഇവിടെ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ പരിച്ഛേദനെന്നോ അപരിച്ഛേദനെന്നോ അപരിഷ്കൃതനെന്നോ സിഥിയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല. പിന്നെയോ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവില് ഒരു മനുഷ്യന് ആവശ്യമായ എല്ലാം ഉണ്ട്. പിന്നെ എന്താണ്, എല്ലാത്തരം മനുഷ്യരും ക്രിസ്തു സമീപനാണെന്നുള്ളതാണ്. അപ്രോച്ചബിളാണ്, അപ്രിഹെൻഡഡ് ആണ്. അപ്പം ക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ പ്രാതിഭാസിക ജ്ഞാനമില്ലേ, അതിൻ്റെ ആ പ്രക്രിയകളോട് തന്നെ ഇങ്ങനെ ഗ്രോത്ത് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഉള്ള അവരുടെ കപ്പാസിറ്റി അനുസരിച്ചാണ്, കഴിവനുസരിച്ചാണ്. അവിടെ നിന്ന് ഓരോരുത്തർക്കും തൻ്റെ കഴിവനുസരിച്ചെന്നല്ലേ കർത്താവ് പറയണം. മത്തായി 25:15 അവൻ ഓരോരുത്തന്റെയും കഴിവനുസരിച്ച് ഒരുവന് 5 താലന്തും മറ്റൊരുവന് 2 വേറൊരുവന് 1 കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു. അപ്പൊ ഈ നമുക്ക് ദൈവം നൽകുന്ന മോഡ് ഓഫ് ഗിവിങ് അങ്ങനെയാണ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് ഇതുപോലെയാണ്. അവനവൻ്റെ കഴിവനുസരിച്ചാണ്. അവൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ എന്താണ്? അവനവൻ്റെ ദൈവസ്നേഹം, അവനവൻ്റെ വിശ്വാസം, അവനവൻ്റെ പ്രത്യാശ,
അവന് വേണ്ടിയുള്ള അവനവൻ്റെ സാക്ഷി ജീവിതം, അവനവൻ്റെ കൈമാറ്റം പ്രവേഗം, കർത്താവിനെ കൈമാറണം എന്നുള്ള പ്രവേഗമുള്ളവനാണ്. അതിൻ്റെ ആണ് കഴിവെന്ന് പറയുന്നത്. അതനുസരിച്ച് അവൻ കർത്താവിന് അഭിഷേകം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം ഞാനാരാണെന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് ഇന്ന് പറയണതായിരിക്കലും നാളെ പറയണത്. ഇന്ന് ക്രിസ്തുവിനെ കുറിച്ചൊന്നും അനുഭവം ആയിരിക്കത്തില്ല, അടുത്ത കൊല്ലം ഈ നാളിലുള്ള അനുഭവം. നിന്റെ അനുഭവങ്ങൾ ഒന്ന് തന്നെയാണെങ്കിൽ നീ ഒരു പോക്കീസ്, സംശയമില്ല. ദൈവം പഠിപ്പിക്കാത്ത വ്യക്തി ശമയോൻ, മാംസമോ രക്തമോ അല്ല, എൻ്റെ സുഖസ്ഥനായ പിതാവാണെന്ന് നിന്നെ വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞില്ലേ. അപ്പോഴ് ശമയോനോടത് പറഞ്ഞെങ്കിലേ അവൻ്റെ അറിവിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയണത്. അത് കാലത്തിനൊപ്പം കർത്താവിനെ കുറിച്ചുള്ള അറിവ് അനുഭവവും വളർന്നുകൊണ്ടേയിരിക്കണം. അതാണ് അധികാരത്തിലേക്ക് പോണത്. അധികാരമായി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, അനുഗ്രഹം. മനുഷ്യന് ക്രിസ്തു അനുഭവം എന്ന് പറഞ്ഞാൽ ആദ്യ ലെവൽ എന്താണ്? അനുഗ്രഹം. പിന്നെന്താണ്? അഭിഷേകം. അഭിഷേകം കഴിഞ്ഞ അധികാരം. അപ്പം അറിവാണ് ഈ അധികാരം ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്ത് അധികാരമാണെന്ന് അറിയാമോ? ആത്മാവിൽ അധികാരമാണ്. ഇപ്പം ചെറിയ പറയത്തില്ലേ, ഇപ്പം ഞാൻ ഒരിക്കലും ഒരു മനുഷ്യനോട് പറഞ്ഞ്, അയാൾ അറബി ഡിസ്മിസ് ചെയ്ത് അയാളുടെ ഓഫീസിൽ നിന്ന് ഡിസൈൻ കട്ടാക്കണം. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് നിൽക്കിയിരുന്നു. ഇയാളെ വന്ന് ഈ സങ്കടം പറയുമ്പോൾ ഞാൻ അമ്മയുടെ രൂപത്തിൽ ഇങ്ങനെ തൊട്ടും പറഞ്ഞ്, ഞാൻ ഇവനെ കയറ്റി വിടുകയാണെന്ന്. കാര്യം എന്താണ്? ഇവന് ജീവിക്കാൻ മാർഗമില്ല. ഇവൻ്റെ വിസ എക്സ്പയർ അല്ല, അത് കട്ട് ചെയ്തിരിക്കണതാണ്. അവൻ 19,000 രൂപയെ മറ്റേ മുടക്കി, കാശില്ലാത്ത കാശാണ് മുടക്കി അവൻ പോയി. അവന് ജോർദാനിൽ ജോലി കിട്ടി. ഈ കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനി അവിടെ അറബിയിൽ ജോലി ചെയ്തതിന് ശേഷം വേറെ ഒരു ഫാക്ടറി ജോലി ചെയ്തു. എന്നിട്ട് അവിടെ നിന്നിട്ട് വിസ ഒപ്പിച്ച്. അപ്പോൾ എന്താ വെച്ചാൽ അത് ഏത് സമയത്തും പിടിക്കപ്പെടാം. പക്ഷേ ആ ഒരു മനുഷ്യന് വേണ്ടി ആ സമയത്ത് അധികാരത്തോടെ പറയാൻ കഴിയണത് നമ്മൾ കുറേ നാളിങ്ങനെ ദൈവത്തെ ജീവിച്ചു വരുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർത്തല ഞാനത് പറഞ്ഞിട്ടുണ്ടെന്നാണ്, ഒരു അബോർഷൻ ചെയ്യാൻ വേണ്ടി ഒരു മോള് നിൽക്കണത് കഥ ഞാൻ പറഞ്ഞില്ലേ, ദിവസങ്ങൾ ധ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രേക്ഷിതയാണ് പറഞ്ഞത്, എന്ത് പറ്റും മോളെ ഇവിടെ നിൽക്കാൻ കാര്യം? അപ്പോൾ അവൾ പമ്മി, അവൾ അബോർഷന് വേണ്ടി ഒന്ന് നിൽക്കുകയാണ്. അപ്പോൾ കാര്യം മനസ്സിലായപ്പോൾ പ്രേക്ഷിത പറഞ്ഞ്, കാര്യം 2 വീട്ടിലും, ഭർത്താവിൻ്റെ വീട്ടിലും അവളുടെ വീട്ടിലും വേറെ, അവളുടെ വീട്ടിൽ പ്രസവം 2ാമത്തെ കുഞ്ഞിനാണ് ഇതിപ്പോൾ ഗർഭം ധരിച്ചിരിക്കുന്നത്. ആദ്യ കുഞ്ഞിനെ കഴിഞ്ഞിട്ട് കടങ്ങൾ കഴിഞ്ഞിട്ടില്ല. വീണ്ടും അമ്മ മാത്രമേ ഉള്ളൂ അവിടെ. അമ്മ വേല എടുത്തിട്ട് പിന്നെ 2 അമ്മക്ക് ഭയങ്കര അമ്മ അത് വിഷമം പറഞ്ഞു. അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ പെങ്ങ പ്രസവിക്കാൻ അമ്മ നിൽക്കണം, അവിടെയും പറ്റത്തില്ല. അപ്പോൾ 2 വീട്ടുകാർ കൈ ഒഴിഞ്ഞ കാരണം അവൾ അബോർഷൻ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുക. അപ്പോൾ ഒരു പ്രേക്ഷിത കണ്ടുപിടിക്കണം അവളുടെ പരിഗണന കണ്ടപ്പോൾ നീ എന്തിനാ വന്നെന്ന് ചോദിച്ചു. ഒരു പരിചയമില്ല, ഇവരെ ചോദിച്ചതാണ്. അതാണ് അധികാരം എന്ന് പറയണത്. പറഞ്ഞ് ഇതാണ് അവസ്ഥ, നീ എൻ്റെ കൂടെ പോര്. ആ പ്രസവത്തിൻ്റെ കാര്യം ഞാൻ ഏറ്റത്, പക്ഷെ കുഞ്ഞിനെ കൊല്ലാൻ പറ്റത്തില്ല. കാര്യം മരണം വരെ നീ അതിന് സമാധാനം പറയേണ്ടി വരും ദൈവത്തോട്. ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി 46 കൊല്ലമൊക്കെ കണ്ണീരോടെ ആൾക്കാർ നടക്കണ കാണുന്നില്ലേ? ഇനി ഒരു കുഞ്ഞിനെ കിട്ടുന്നതെന്താ ഉറപ്പ്? ഈ ഇരിക്കണ കുഞ്ഞ്, നിനക്കിപ്പോൾ ഉള്ള കുഞ്ഞ് ജീവിച്ചിരിക്കുന്നത് എന്താ ഉറപ്പ്? ഇങ്ങനെ പ്രളാന്ന് കുറേ ചോദ്യങ്ങൾ ചോദിച്ച് അവൾക്ക് ധൈര്യവും കൊടുത്ത് ശക്തിയും കൊടുത്ത് അവളെ കൊണ്ടുപോയി. അധികാരം എന്ന് പറയുന്നത് അറിവ് ക്രിസ്തുവിനെ കുറിച്ചുള്ള അനുഭവം ഞാൻ വർദ്ധിക്കുമ്പോൾ അധികാരം വർദ്ധിക്കണം. എൻ്റെ ദൈവത്തിലെ ഒരു 10-30 വയസ്സ് കഴിഞ്ഞുള്ളിൽ അധികാരം ഉണ്ടാക്കിയെടുക്കണം. അല്ലാതെ ഈ നക്കാപ്പിച്ച് അനുഗ്രഹം മേടിച്ച് തിന്നും വീർത്തും ജോലി കിട്ടി മരിച്ചു പോയിട്ട് ഒന്നും കാണിക്കാനില്ല. അത് അനുഗ്രഹത്തിൻ്റെ കാലമാണ്. 2ാമത്തെ അഭിഷേകകാലം, കർത്താവിൻ്റെ അറിവ് നമുക്ക് 10 വർഷം കിട്ടുന്നു. 3ാമത്തത് അധികാരകാലം കർത്താവിന് വേണ്ടി പറന്ന് വെട്ടി പ്രവർത്തിക്കുന്ന കാലം. എൻ്റെ പേര് ആഗ്നസ് ചെറിയാൻ. ഞാൻ വന്നിരിക്കുന്നത് ട്രിച്ചിയിൽ നിന്ന്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഡിസംബർ 2022 7-ാം തീയതി. ഞാൻ ഓൺലൈനിലാണ് ഫസ്റ്റ് ഉടമ്പടി എടുത്തത്. ഞാൻ ആദ്യം ഇവിടെ ഒന്നും വിശ്വാസം ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ കുറേ ധ്യാനങ്ങളിലൊക്കെ കൂടിയിട്ടുണ്ട്.
അവിടെയൊന്നും പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥനയില്ല, വചനമില്ല, കൊന്തയില്ല. പിന്നെ ഇവിടെ വന്നിട്ട് തന്നെ പ്രാർത്ഥിക്കണമെന്ന് എന്താ അത്രയും ഇതുള്ള, ഞാൻ ഒട്ടും വിശ്വാസമില്ലാതെ ഇരിക്കായിരുന്നു. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് യൂട്യൂബിലൂടെ സാക്ഷ്യങ്ങൾ കാണാൻ പറ്റിയത്. അപ്പോൾ ഈ സാക്ഷ്യങ്ങൾ കണ്ട് എനിക്ക് ഭയങ്കര വിശ്വാസമായി. എനിക്കിവിടെ വരാൻ പറ്റില്ല എന്ന് നല്ല ഉറപ്പുണ്ട്. എന്താ വെച്ചാൽ ഞങ്ങൾ കുടുംബസഹിതം പല ധ്യാനങ്ങൾക്ക് പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര വിശ്വാസക്കുറവ് വരാൻ തുടങ്ങി, നിരാശയായി. ഇനി ഞാൻ ഏത് ധ്യാനത്തിനും വരില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചോ, ഞാൻ എവിടെയും വരില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് 100% ഉറപ്പുണ്ട് എനിക്കിവിടെ വന്ന് നിൽക്കാൻ പറ്റില്ല. ഇവിടെ വന്ന് ഞാൻ നിൽക്കുന്നത് തന്നെ വലിയ മിറാക്കിൾ തന്നെ. അപ്പോൾ ഡിസംബർ 2022 7-ാം തീയതി ഞാൻ ഓൺലൈനിൽ എനിക്ക് ഉടമ്പടി എടുക്കാൻ തോന്നി. എടുത്തപ്പോൾ എൻ്റെ മോളാണ് ഉടമ്പടി കാര്യങ്ങൾ ടൈപ്പ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ചെയ്ത് ഞാൻ മക്കളുടെ ജോലി ഇതൊക്കെ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൾ ഹസ്ബൻഡിൻ്റെ ജോലിയുടെ കാര്യം ടൈപ്പ് ചെയ്തു. അവൾ പറഞ്ഞു, പപ്പായുടെ ജോലിയാണ് ഞാൻ ടൈപ്പ് ചെയ്തത്. നമ്മൾ നിങ്ങളുടെ ജോലിയല്ലേ ഞാൻ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞത് പറഞ്ഞപ്പോൾ അല്ല, ഞാൻ അറിയാണ്ട് ഇങ്ങനെ ചെയ്തു എന്ന്. ശരി, അത് ഇരിക്കട്ടെ, അങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ 6 കാര്യങ്ങൾ നിയോഗം എഴുതി കുറച്ച് ദിവസങ്ങളായപ്പോൾ എനിക്ക് ഒരേ ഒരു കാശ് രൂപം ഇവിടുന്ന് കിട്ടിയാൽ എവിടുന്നെങ്കിലും കിട്ടണേ മാതാവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു 10 ദിവസം കൊണ്ട് തന്നെ ഇവിടുന്ന് എനിക്ക് നേർച്ച വസ്തുവായ ഉപ്പും തേനും കിട്ടി, കാശ് രൂപം കിട്ടി. അത് ഞങ്ങളെല്ലാവരും ഇട്ട് ഡിസംബർ 2022 15-ാം തീയതി എനിക്ക് കാശ് രൂപം ഇവിടുത്തെ നേർച്ച വസ്തുക്കളും കിട്ടി. അത് ഞങ്ങളെല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങി. ഉപയോഗിച്ച് 10 ദിവസത്തിൽ തന്നെ ഒരു മിറാക്കിൾ ഞങ്ങളെ വീട്ടിൽ നടന്നു. ഉടമ്പടി എടുക്കാത്ത കാര്യമായിരുന്നു. എന്താ വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിന് ഒരു 10-15 വർഷം കൊണ്ട് കിഡ്നി സ്റ്റോൺ വരാറുണ്ട്. അത് 2 ട്രിപ്പായിട്ട് ഓപ്പറേഷൻ ചെയ്താൽ എടുക്കാറ്. പിന്നെയും ഈ 2 കൊല്ലം മുമ്പും കിഡ്നി സ്റ്റോൺ വന്ന് ഭയങ്കര പെയിനായിരിക്കും. പെയിൻ വരുമ്പോൾ കുറഞ്ഞത് ഒരു 5-6 പെയിൻ കില്ലർ ഇഞ്ചക്ഷൻ ഇടും, പിന്നെ ട്രിപ്പ് ഇടും. അങ്ങനെ ഇട്ട് കുറേയൊക്കെ കഷ്ടപ്പെട്ട് അത് പുറത്തേക്ക് വന്നു ഇല്ലെങ്കിൽ ഇല്ല, അങ്ങനെയാണ് നടക്കാറ്. പിന്നെ ഒരു ട്രിപ്പ് ബീൻസ് അരച്ച് കുടിച്ചാൽ വരും എന്നൊക്കെ പറഞ്ഞ് അതും 1 മാസത്തോളം അരച്ച് കുടിച്ചൊക്കെ പിന്നെ ഒരു മാസം 1.5 മാസം കഴിഞ്ഞ് ഭയങ്കര പെയിനായെടുത്ത് ചെറിയ ഒരു സ്റ്റോൺ പുറത്തേക്ക് വന്നത്. ഈ 10 ദിവസം കൊണ്ട് നേർച്ച വസ്തു ഉപയോഗിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഡിസംബർ 2022 30-ാം തീയതി ചേട്ടൻ പറഞ്ഞു, എനിക്ക് യൂറിനറി പെയിൻ, ഒരു ഇൻഫെക്ഷൻ വന്ന പോലെ പെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ശരി വെള്ളം കുടിക്കാണ്ടായിരിക്കും, ഇപ്പോഴെല്ലാം സ്റ്റോൺ വന്നത്, സ്റ്റോണൊന്നും കാണില്ല, വെള്ളം കുടിക്കേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, നാളെ ലീവ് എടുത്തിട്ട് ഞാൻ ബീൻസ് ഒന്നും കൂടി കുടിക്കാമെന്ന് പറഞ്ഞു. ശരി, ബീൻസ് ഒന്നും കൂടി കുടിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നല്ലതായിട്ട് പ്രാർത്ഥിച്ച് നേർച്ച വസ്തു അത് ഉപ്പും അതിലിട്ട്, മാതാവേ സ്റ്റോൺ ഉണ്ടെങ്കിൽ വന്നേക്കണേ, ഇനി ഇതുപോലെ സ്റ്റോൺ വരരുത് എന്ന് വെച്ചാൽ കുറേ ഒരു 5-6 ട്രിപ്പ് സ്റ്റോൺ വന്നിട്ടുണ്ട് ചേട്ടന് എന്ന് പറഞ്ഞാൽ അതിട്ടു. ആളിത് കുടിച്ച് ഒരു കാലത്ത് 7 മണിക്ക് കുടിച്ചു. 10 മണിക്കൊക്കെ ആൾ യൂറിന് പോയി. യൂറിൻ പെയിൻ ചെറുതായിട്ട് എന്താ പറയുക, ഉറുമ്പ് കടിക്കുന്ന പോലെയാണ് തോന്നിയത്. പെട്ടെന്ന് ഒരു 5 mm സൈസിനുള്ള ഒരു സ്റ്റോൺ പുറത്തേക്ക് വന്നു. അത് ഭയങ്കര മിറാക്കിളായിരുന്നു. ചേട്ടന് ഇത്രയും കാലം സ്റ്റോൺ എന്താ വെച്ചാൽ പെയിൻ കില്ലർ ഒരു 10 ഇഞ്ചക്ഷനെങ്കിലും ഇടാതെ അത് പുറത്തേക്ക് വരില്ല. അപ്പോൾ അത് ആദ്യമായിട്ട് അത് വന്നപ്പോൾ ചേട്ടന് ഭയങ്കര വിശ്വാസമായി. യേശുവേ നന്ദി. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഇത് ശരിക്കും മാതാവിൻ്റെ ഇടപെടൽ തന്നെയാണെന്ന് പറഞ്ഞു. ആൾ പിറ്റേ ദിവസം തൊട്ട് 2023 ജനുവരി 1-ാം തീയതി ആൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും അത് വലിയ മിറാക്കിളായിരുന്നു. എന്ന് വെച്ചാൽ 2 കൊല്ലം കൊണ്ട് ആൾ പ്രാർത്ഥനയിൽ നിന്ന് പിന്മാറി നിൽക്കണ ഒരു ചേട്ടന് ഇങ്ങനെ വിശ്വാസം വന്നു. എല്ലാവർക്കും ഫസ്റ്റ് അതൊരു സന്തോഷമായി. അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ്റെ സ്കൂൾ ഗവൺമെൻറ് മാനേജ്മെൻറ്റ് സ്റ്റാഫിൽ 24 ഇയേഴ്സ് സർവീസ് കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടുത്തെ കറസ്പോണ്ടൻഷിപ്പ് 2 ലീഡർമാരാണ്, ഒരെണ്ണം ജൂനിയേഴ്സ്, ഒരെണ്ണം സീനിയേഴ്സ് കുറേ കാലങ്ങളുണ്ട് അവരായിരുന്നു അവിടുത്തെ ഭരണമെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഓരോ 5 ഇയേഴ്സിനും ഇലക്ഷൻ നടക്കും. ഇലക്ഷൻ നടക്കുമ്പോൾ ഈ ഒരു 10 ഇയേഴ്സായിട്ട് സീനിയേഴ്സ് കറസ്പോണ്ടൻഷിപ്പ് അതിൻ്റെ എടുത്ത് നടത്താൻ തുടങ്ങി. അപ്പോൾ ഈ സീനിയർ ലീഡറിൻ്റെ കൂടെ എൻ്റെ ചേട്ടൻ സപ്പോർട്ട് ചെയ്ത് അവർക്ക് സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് സീനിയർ ഗ്രൂപ്പിൽ ഇഷ്ടമായില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം ജനുവരിയിൽ 2023 15-ാം തീയതി ഇലക്ഷനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സൂചന കിട്ടി ചേട്ടനെ, ഇപ്രാവശ്യം ഇലക്ഷനിൽ സീനിയർ ലീഡർമാരാണ് വരാൻ പോണേ, ജൂനിയർ ലീഡർമാർ തോൽക്കുമെന്ന് ഒരു സൂചന കിട്ടി. അത് ഞങ്ങൾ അത്രയും കാര്യമാക്കിയില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത്രയും ഇതായിട്ട് ചിലപ്പോൾ ഇലക്ഷൻ മാറും,
നമുക്ക് ജോലിക്ക് എന്തെങ്കിലും പ്രശ്നം കാണും. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് 25 ഇയേഴ്സ് ഓൾറെഡി കഴിഞ്ഞില്ലേ, VRS മേടിച്ചാൽ നമുക്ക് പെൻഷൻ കിട്ടും, ബെനിഫിറ്റ് കിട്ടും, PF ഒക്കെ കിട്ടും, നമ്മൾ ഇനി എങ്ങനെയെങ്കിലും ജീവിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ ഇരുന്നു. പെട്ടെന്ന് ആൾക്ക് ഒരു ഫോൺ വന്നു, നീ അത്രയും ഫ്രീ ആയിട്ട് ഇരിക്കണ്ട, നിനക്ക് അവർ വരാൻ 90% ചാൻസസ് ഉണ്ട്, വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ആൾ നിന്നെ ആദ്യം ടെർമിനേറ്റ് ചെയ്യാൻ പോണേന്ന് പറഞ്ഞു. ചേട്ടാ ഇത് എൻ്റെ അടുത്ത് പറഞ്ഞില്ല, പറഞ്ഞാൽ ഞങ്ങളൊക്കെ പേടിക്കുമെന്ന് പറഞ്ഞ് പറയാണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ടെർമിനേറ്റ് ചെയ്തെങ്കിൽ നിനക്ക് PF കിട്ടില്ല, പെൻഷൻ കിട്ടില്ല, എതും കിട്ടില്ല എന്ന് പറഞ്ഞു. ആൾക്ക് പേടിയായി. 3 മക്കളുണ്ട്, ഞങ്ങൾ വാടക വീട്ടിൽ അവിടെ കഴിയുന്ന, ഞങ്ങളുടെ മക്കൾ എല്ലാവരും ഒന്നുമില്ലാതെ ആയിപ്പോവില്ല ദൈവമേ, ആൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആൾ എൻ്റെ അടുത്തും പറഞ്ഞില്ല. ആൾറെഡി ഞാൻ കുറച്ചൊക്കെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് കുറേ സ്വപ്നങ്ങൾ ദൈവമാതാവ് കാണിച്ചു തരാൻ തുടങ്ങി. ആ സ്വപ്നങ്ങളൊക്കെ നടക്കാനും തുടങ്ങി. ഞാൻ എന്തെങ്കിലും സ്വപ്നം കണ്ട് വീട്ടിൽ പറഞ്ഞെങ്കിൽ ആൾക്ക് പേടിയാണ്, നല്ല സ്വപ്നമാണെങ്കിൽ നടക്കും, ഇതുപോലെ വേണ്ടാത്ത സ്വപ്നങ്ങൾ കണ്ടൊക്കെ പേടിയായിരുന്നു. അപ്പോൾ ഞാൻ സ്വപ്നം കണ്ടു, സീനിയർ ലീഡർമാർ ജയിച്ചിട്ട് ഞങ്ങളെന്നെ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. അത് ചേട്ടനെ മാത്രമല്ല ഇന്നെയും അവർ വല്ലാത്ത ബുദ്ധിമുട്ടുന്ന പോലെ സ്വപ്നം കണ്ടപ്പോൾ എനിക്ക് അന്നത്തെ ദിവസം ഏറ്റവും ഞാൻ ചോദിച്ചു, എലക്ഷൻ കഴിഞ്ഞ അവിടുത്തെ എന്തിനാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ സ്വപ്നം കണ്ടു, ഞാൻ മാതാവ് കാണിച്ചു തന്നു, അവർ ജയിക്കുന്ന പോലെ നമ്മളെന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന പോലെ സ്വപ്നം കണ്ടു. നീ എന്തെങ്കിലും സ്വപ്നമൊക്കെ കണ്ടു വെക്കരുത്, ഇങ്ങനെയൊക്കെ കണ്ടെങ്കിൽ എനിക്ക് പേടിയാൽ മതി, സ്വപ്നമൊക്കെ നിർത്തുന്നു പറഞ്ഞാൽ ആൾ പേടിച്ച് സ്കൂളിലേക്ക് പോയി. എനിക്കന്ന് മുഴുവനും ഈ സ്വപ്നത്തിൻ്റെ ഇത് മൈൻഡിൽ വന്നപ്പോൾ എനിക്കതിൻ്റെ സീരിയസ്നെസ് അറിഞ്ഞു. അതുവരെ ഞാൻ അത്രയും സീരിയസ്നെസ് അറിഞ്ഞില്ല. ദൈവമേ, VRS പോലും മേടിക്കാൻ പറ്റാതെ നമുക്ക് ഒന്നും കിട്ടാതെ ബ്ലോക്ക് ചെയ്യുമല്ലോ, നമുക്ക് ഇത്രയും ജീവിതം മുന്നോട്ട് പോകണമല്ലോ എന്ന് പറഞ്ഞു വല്ലാത്ത പേടിയായി. ശരിക്കും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ഓൺലൈനിൽ ഫസ്റ്റ് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ മോള് പപ്പാര ജോലിക്ക് വേണ്ടി നിട്ടത് എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ മാതാവ് മുന്നേ തന്നെ നമ്മളെ അറിയിച്ച് ഉടമ്പടി പപ്പായുടെ ജോലിക്ക് വേണ്ടി എടുക്കാൻ വെച്ചു. അപ്പോൾ ആൾക്ക് ഒരു ഇത് വന്നു, ശരി എന്തായാലും ഇവിടെ വന്നാൽ ഉടമ്പടി എടുത്താൽ ഈ ഇലക്ഷനിൽ നമ്മൾ മാറ്റാൻ മാതാവിന് കഴിയുമെന്ന് പറഞ്ഞ് ആൾക്കൊരു വിശ്വാസം വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ജനുവരി 15 ഇലക്ഷൻ, അതിന് മുന്നേ തന്നെ നമുക്ക് ഇവിടെ കൃപാസനം വരണമെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ ഒന്നും പറഞ്ഞില്ല, എനിക്ക് വരാൻ പറ്റില്ല, നീയും മക്കളും പോ. ഉടനെ ഓൺലൈനിൽ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഞങ്ങൾ 6 പേർക്ക് ട്രെയിൻ ബുക്ക് ചെയ്തു. അത് വല്ലാത്ത മിറാക്കിൾ തന്നെയായിരുന്നു. ബുക്ക് ചെയ്ത് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കണു. ഒത്തിരി കുറച്ച് മുന്നിൽ അതിന് ട്രെയിൻ വന്നു, ഞങ്ങൾ അറിഞ്ഞില്ല. ഇത്രയും കാലം ഞങ്ങളവിടെ ട്രിച്ചിൽ ജീവിച്ചിട്ട് ആദ്യമായിട്ട് 6 പേർക്ക് ട്രെയിൻ തക്കലിൽ ബുക്ക് ചെയ്തിട്ട് മുന്നിൽ തന്നെ കണ്ണിൻ്റെ മുന്നിൽ തന്നെ ഞങ്ങൾ ട്രെയിൻ മിസ് ചെയ്തു. അതെന്താ പറയാനാണ്, ഞങ്ങളുടെ കണ്ണും ചെവിടും ആരും അടച്ച പോലെ തോന്നി. അപ്പം തന്നെ ഞങ്ങൾക്ക് തോന്നി ഇത് തടസ്സം തന്നെയല്ലോ, തടസ്സം വരുമ്പോൾ അനുഗ്രഹം കൂടുതൽ തന്നെ കിട്ടും എന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പായിരുന്നു. അപ്പോൾ ചേട്ടൻ പുറത്തേക്ക് കാർ എടുത്തിട്ട് പോയിട്ടാളായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിളിച്ചു, ട്രെയിൻ ഞങ്ങളുടെ മിസ്സായി. ഉടനെ ചേട്ടൻ കാർ എടുത്തിട്ട് വന്നു. കാറിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് ഞങ്ങൾ പറഞ്ഞു അടുത്ത സ്റ്റേഷനിൽ ഞങ്ങളെ കൊണ്ടുവന്ന് വിട്ടാൽ മതി, ഞങ്ങൾ വന്നോളാന്ന്. ട്രെയിൻ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് ചേട്ടൻ്റെ പെട്ടെന്ന് ഒന്ന് തോന്നി വേണ്ട, നമുക്കിത് റിസ്ക് ആവും, നമ്മൾ ചേസിങ് പോലെ കാർ എടുത്ത് ട്രെയിൻ പിടിക്കാൻ പോയി അവിടെയും കിട്ടിയില്ലെങ്കിൽ നമുക്കിത് നടക്കില്ല, നിങ്ങൾ പൈസ പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ബസ്സിൽ ഉടനെ ബുക്ക് ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾ വന്നു. ഒറ്റ ഒരു ദിവസം 10 മണിക്കൂർ 12 മണിക്കൂർ യാത്രയിൽ ഇവിടെ വന്നു. ഉടമ്പടി എടുത്തു. 4 മണി കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങി അന്ന് തന്നെ റിട്ടേൺ. പക്ഷേ എത്രയോ ധ്യാനം കൂടിയതിനെക്കാട്ടിൽ എനിക്ക് വല്ലാത്ത ഒരു സന്തോഷമായിരുന്നു ഇവിടുന്ന് ഉടമ്പടി എടുത്തിട്ട് പോയപ്പോൾ. ഇവിടെ വന്നത് കറക്റ്റ് ജനുവരി 2003 7-ാം തീയതി തന്നെ ഇവിടെ വന്ന് ഡയറക്റ്റായിട്ട് വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയി 19-ാം തീയതി അവർക്ക് എലക്ഷൻ വന്നു. എലക്ഷൻ്റെ അന്ന് എനിക്ക് തോന്നി മോശ കൈവിരിച്ച് പ്രാർത്ഥിച്ച പോലെ നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഉപവാസം ഇരുന്ന് ഞാനും എൻ്റെ 2ാമത്തെ മോളും കോളേജിലേക്ക് പോകാണ്ട് ലീവ് എടുത്തിട്ട് അവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഫസ്റ്റ് ഒരു ഫോൺ വന്ന് ചേട്ടൻ്റെ, നീ എങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ചാവണം, എലക്ഷൻ ടഫായിട്ട് പോവാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് എനിക്ക് തോന്നി ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ പോരാ, 2 തിരിയും നീലത്തിരിയും പച്ചത്തിരിയും കത്തിച്ച് വെച്ചിട്ട് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തോന്നിച്ചു മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണം. 2 തിരിയും കത്തിച്ച് വെച്ചിട്ട് 21 പ്രാവശ്യം ഞാനും എൻ്റെ മോളും, എനിക്കധികം മുട്ടുകുത്താൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ മോള് മുട്ടുകുത്തി ഞാൻ കൈവിരിച്ച് നിന്ന് പ്രാർത്ഥിച്ചു. അത് കഴിയാൻ 2.5 മണിക്കൂർ എടുത്തു. ഞാൻ പറഞ്ഞു മാതാവേ, ഇലക്ഷനിൽ ജയിച്ച് തന്നെ ആവണം അവരുടെ ടീം, ഇല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് വെള്ളം പോലും കുടിക്കില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചേട്ടൻ ഫോൺ ചെയ്തു, നീ എന്ത് ചെയ്യുമോ എനിക്കറിയുന്നില്ല, അവിടെ ഭയങ്കര ടഫായിട്ട് അങ്ങനെ സെമി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക, ഈക്വലായിട്ട് പോവാ എന്ന് പറഞ്ഞു.
ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന തീരാൻ 12:30 12:30 ഒരു 10 മിനിറ്റ് മുന്നേ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ പ്രാർത്ഥന തീരാറായി, നീ കഴിയുമ്പോഴേക്കും എനിക്ക് ഫോൺ വരണം, നല്ല റിസൾട്ട് വരണം എന്ന് പറഞ്ഞ അടുത്ത 5 മിനിറ്റിനുള്ളിൽ ഫോൺ വന്നു, നമ്മൾ ജയിച്ചു എന്ന്. പക്ഷേ വീട്ടിൽ വന്നിട്ട് പിന്നെ ചേട്ടൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞത്, മാതാവ് എനിക്ക് സ്വപ്നത്തിൽ കാണിച്ച പോലെ തന്നെ ജയിച്ചത് അവർ തന്നെയായിരുന്നു. ബട്ട് അവിടുത്തെ ഇലക്ഷനിൽ അവരുടെ മെമ്പർ സെയിം ആയിരുന്നു 2 പേർക്കും കൗണ്ടിങ്. അതുകൊണ്ട് അവർ ലോട്ടിട്ട് 2 ടീമിൽ നിന്നും ആൾക്കാരെ ലീഡറിനെ സെലക്ട് ചെയ്തു. ആ സെലക്ട് ചെയ്യുന്ന സമയം ഞാൻ എന്താ ചെയ്തു, ഈ കൊന്ത ഉണ്ണീശ്വര രൂപമുണ്ട് ഞങ്ങളുടെ കയ്യിൽ, ആ ഉണ്ണീശ്വര രൂപത്തിൻ്റെ കയ്യിൽ ഞാൻ സമർപ്പിച്ചിട്ട് ഓരോ കൗണ്ടിങ് 21 ടൈംസ് ഞാൻ പ്രതീക്ഷകനെ പ്രാർത്ഥന ചെല്ലുമ്പോഴും അത് കൗണ്ട് ചെയ്ത് ഉണ്ണീശ്വര കയ്യിൽ കൊടുത്തു. മാതാവേ ഉണ്ണീശ്വയെ നിങ്ങൾ എന്താ ചെയ്യുമെന്ന് എനിക്കറിയില്ല, ഈ മെമ്പർമാരിനെ നീ തന്നെ മാറ്റണേന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാതെ. അപ്പോൾ അവിടെ ലോട്ടിട്ട് ഇങ്ങനെ മെമ്പർമാർ മാറി. ഞങ്ങൾക്ക് സപ്പോർട്ടീവായിട്ടില്ല ജൂനിയർ ലീഡർമാർ തന്നെ അവർ വന്ന് ഞങ്ങളുടെ സ്കൂളും കാര്യങ്ങളും ഇൻചാർജ് മുഴുവൻ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ദൈവം അത് വലിയ ഉന്നഗ്രഹമായിരുന്നു. ഇല്ലെങ്കിൽ ഞങ്ങൾ ജോലിയും ഇല്ലാതെ ഒന്നുമില്ലാതെ ഭയങ്കര ബുദ്ധിമുട്ട്, അത് വിചാരിക്കാൻ പോലും പറ്റില്ലായിരുന്നു. ദൈവം മാതാവ് അവിടെ ഇടപെട്ടത് തന്നെയാണ്. മൂന്നാമത്തെ കാര്യം, ഉടമ്പടിയിൽ വയ്ക്കാത്ത ഒരു കാര്യം, എൻ്റെ വായിൽ മൗത്ത് അൾസർ വന്നിട്ട് ഒരു 10-15 ദിവസമായിട്ട് ഞാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കും. എന്ത് ചെയ്തിട്ടും കുറഞ്ഞിട്ടില്ല. എനിക്ക് ദേഷ്യം വന്നിട്ട് മാതാവിൻ്റെ ഒപ്പെടുത്ത്, മാതാവേ എനിക്ക് എന്താ ചെയ്യണമെന്നല്ല, വർത്തമാനം പറയാൻ വയ്യ, വായ തുറക്കാൻ വയ്യ, ഭയങ്കര വേദന എന്ന് പറഞ്ഞിട്ട് ആ പുണ്ണുള്ളടുത്ത് ഇവിടുത്തെ നേർച്ച അവസ്ഥയായി ഉപ്പ് വെച്ചു. ഭയങ്കര നീറ്റിലായിരുന്നു, ഞാനത് ശ്രദ്ധിച്ചില്ല. 2 ദിവസം ആയപ്പോഴേക്കും വേദന എവിടെ പോയി എന്നറിയില്ല. അതുപോലെ തന്നെ 2 ട്രിപ്പും അൾസർ വന്നപ്പോഴും ഞാൻ അത് തന്നെ ചെയ്തു. പിന്നെ ഒരു ഇതെന്ന് വെച്ചാൽ എൻ്റെ മൂന്നാമത്തെ മോള് അവിടുത്തെ ഒരു വലിയ സ്കൂൾ തന്നെയാണ്, അവിടെ 2000-2500 പിള്ളേർ പഠിക്കുന്ന വലിയ സ്കൂളാണ്. അവൾക്ക് വലിയ ആഗ്രഹമായിരുന്നു അവിടുത്തെ സ്കൂൾ ലീഡർ ആവണമെന്ന്. അപ്പോൾ അവൾ ഇവിടുത്തെ കാശ് രൂപമൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ 1 തൊട്ടുള്ള ആഗ്രഹം മാമിച്ച് ഞാൻ അവിടെ ലീഡറാകണം. അതിന് ഇവളുടെ ക്ലാസ്സിൽ ഇവളുടെ 2 പേരിൽ ഇവളെ സെലക്ട് ചെയ്തു. ഇവരെല്ലാം സെലക്റ്റായ എല്ലാവരും സ്റ്റേജിൽ ഒരു സ്പീച്ച് റെഡിയാക്കണം. ആ സ്പീച്ച് പറയാൻ പോകുമ്പോൾ എനിക്ക് ഇവിടുത്തെ മാതാവിൻ്റെ കാശുരൂപം എനിക്ക് വേണം, ഞാൻ സ്പീച്ച് പറയും, ഞാൻ അവിടെ ജയിക്കണമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഈ കൊച്ചുമോൾക്ക് ഇത്രയും വിശ്വാസം എന്താണെന്ന് വിചാരിച്ചാൽ ഞങ്ങളത് കാര്യമാക്കിയില്ല, അത് കൊടുത്തു വിട്ടു. അവൾ സ്പീച്ച് പറഞ്ഞു. അവിടെ ഇവൾക്ക് കിട്ടാൻ ഒരു ചാൻസും ഇല്ല. പക്ഷേ 2500 പിള്ളേരിൽ ഇവളെ ലീഡറായിട്ട് അവളെ സെലക്ട് ആക്കി. അത് മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹം തന്നെ. അതുപോലെ ആ മോൾക്ക് തന്നെ വിരൽ നഖം ഇങ്ങനെ കുത്തി പഴുക്കണ ഒരു ഇത് വന്നു. ചെറുതായിട്ട് പഴുപ്പുണ്ടായിരുന്നപ്പോൾ എൻ്റെ മോൾ അത് സൂചി വെച്ച് കുത്തി പൊട്ടിച്ചു. ചെറുതായിട്ട് അത് വന്നു. പിന്നെ ഞങ്ങളത് ശ്രദ്ധിച്ചില്ല. ഒരു 3 ഡേയ്സ് കഴിഞ്ഞു. അത് പെട്ടെന്ന് അത് വലുതായി ഒരു കുഞ്ഞ് നാരങ്ങയുടെ സൈസിന് വിരൽ വീർത്തു. പഴുപ്പില്ല, കല്ലിച്ച് ഇങ്ങനെ ചുമന്നിരിക്കുക. കൊച്ച് വേദന സഹിക്കണവൾ, അത് അവൾ ഭയങ്കര കരച്ചിലായി. എനിക്ക് പെട്ടെന്ന് നീ എന്താ പറയാതിരുന്ന മോളെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഞങ്ങൾ ശരിയാന്ന് ഈവനിങ് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി. അത് ഫാമിലി ഡോക്ടറായിരുന്നു. പേപ്പർ ഡോക്ടറില്ല. അന്ന് സാറ്റർഡേ ആയിരുന്നു. ഡോക്ടർ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ സൺഡേയും ഡോക്ടർ വരില്ല. അപ്പോൾ ഞങ്ങൾ വേറെ ആശുപത്രിക്ക് പോകാൻ പേടിച്ചിട്ട് ഞങ്ങൾ പോയില്ല. അന്നത്തെ ദിവസം പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ ഉടമ്പടി തൈലെടുത്ത് ഞാൻ എൻ്റെ മാതാവേ ഈ കൊച്ച് വേദന കുറേ സഹിക്കുന്നവളാണ്, ഇവൾ ഇത്രയും കരയണമെങ്കിൽ അതുമാത്രം വേദന വെച്ചാൽ വിരൽ ഷേപ്പേ മാറി. ഒരു കുഞ്ഞ് നാരങ്ങ കുത്തി വെച്ചാൽ വിരലിൻ്റെ തുമ്പത്ത് എങ്ങനെ ഇരിക്കും അങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷെ പഴുത്തിട്ടില്ല, കല്ലിച്ചിരിക്കുന്നു. 2 ഡ്രോപ്സ് അതിലൊഴിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച് കിടന്നു. സൺഡേ മോർണിംഗ് പള്ളിയിലേക്ക് പോകാൻ കാലത്ത് ഏനിട്ട് ഉടനെ അവളുടെ കയ്യിൽ നിന്ന് പഴുപ്പ് പൊട്ടി ഒലിച്ചു. പകുതി കൂടുതൽ കുറഞ്ഞു. സെക്കൻഡ് ഡേ ആകുമ്പോഴേക്കും കംപ്ലീറ്റ് കുറഞ്ഞു. അത് വലിയ മിറാക്കളായിട്ട് ഞങ്ങൾ നോക്കണം. ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി അത് നമുക്ക് ആൻറ്റിബയോട്ടിക്കൊക്കെ ചെയ്യേണ്ടി വന്ന വലിയൊരു ഇതായിരുന്നു. അതും അസുഖങ്ങൾ ഇല്ലാതെ മാറ്റി തന്നു. ഇതൊക്കെ ചെയ്ത് ഈ 3 മാസം കൊണ്ട് ചെയ്ത വലിയ മിറാക്കളായിരുന്നു ഇതല്ലാതെ ഇനി കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് നടന്നിട്ടുണ്ട്. ഇത്രയും ചെയ്ത് എൻ്റെ ഈശോയ്ക്ക് മാതാവിനും 1000 നന്ദി. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. വിശുദ്ധ ഗ്രന്ഥത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 14-ാം തിരുവചനമാണ്. ജീവിത പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഉടനടി അനുഭവ സാക്ഷ്യങ്ങൾ, അതാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്, നാം അനുഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് തൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി അത് ടെർമിനേഷൻ വരേണ്ടതാണ്, ആ ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങനെ ഹസ്ബൻഡിന് ജോലി വീണ്ടും ലഭിക്കുന്നു, അതായത് ആ ജോലി നഷ്ടപ്പെടുമ്പോൾ ജോലി മാത്രമല്ല പിന്നീട് പെൻഷനോ ഗ്രാറ്റുവിറ്റിയോ യാതൊന്നും ഇവർക്കുണ്ടാകില്ല.
ആ 28 വർഷത്തെ സർവീസിൻ്റെ യാതൊരു ആനുകൂല്യങ്ങളും കിട്ടില്ല. അപ്പോൾ ഇവർ വാടകയ്ക്ക് താമസിക്കുന്നു എന്നാണ് നാം ഇടയ്ക്ക് കേട്ടത്. അപ്പോഴങ്ങനെയുള്ളപ്പോൾ സ്വന്തമായി ഭവനവും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഒരു ജോലിയുമില്ല. അപ്പോൾ കുടുംബത്തെ മൊത്തം ബാധിക്കും. അത് എങ്ങനെ പരിശുദ്ധ അമ്മ ഇടപെട്ട്, അതായത് അമ്മയുടെ സാന്നിധ്യം കൊണ്ട് അമ്മ അത് ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് സാക്ഷ്യം കേൾക്കുമ്പോൾ മനസ്സിലാവുക. അങ്ങനെ ഓരോ കാര്യത്തിലും അമ്മ എങ്ങനെ കരുതലുള്ള അമ്മയായി മാറുന്നു. കാനായിലെ കല്യാണ വിരുന്നിൽ അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ പറയുന്നത് ആ കുടുംബത്തിൻ്റെ ഒരു അഭിമാന പ്രശ്നം, അത് അവർക്ക് അപമാനമാകുന്ന ഒരു വിധത്തിലേക്ക് വരുമ്പോഴാണ്. അപ്പോഴങ്ങനെ പറയുമ്പോൾ ഈശോ, അമ്മ അങ്ങനെ പറയുമ്പോഴും ഈശോ പറയുന്നുണ്ട് എൻ്റെ സമയമായിട്ടില്ല എന്ന്. എന്നാലും അമ്മയുടെ ആ വാക്കിനെ ഈശോ ആദരിക്കുകയാണ്. പിന്നീട് അവിടെ നടക്കുന്നത് തൻ്റെ പുത്രൻ ലോകത്തിൽ മഹത്വപ്പെടുവാൻ വേണ്ടി അമ്മ ചെയ്ത ആദ്യത്തെ ഒരു അടയാളമായിട്ട്, അത്ഭുതമായിട്ട്, അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നടന്ന ആദ്യത്തെ അത്ഭുതമായിട്ട് പിന്നെ അവിടെ അത് മാറുകയാണ്. അപ്പോൾ ഇവിടെ ഈ മകൻ്റെ ജോബ് നഷ്ടപ്പെടും എന്നുള്ള അവസ്ഥ വരുമ്പോൾ എങ്ങനെ ആ മകന് പിന്നീട് ആ ഒരു ജോലി ലഭിക്കുന്നു എന്നുള്ളത് നാം കേട്ടു. അതുപോലെ ആ മകൻ്റെ തന്നെ കിഡ്നി സ്റ്റോണിൻ്റെ ആ അസുഖം അതെങ്ങനെ റിക്കവർ ആകുന്നു, ആ കാര്യവും ഒക്കെ സാക്ഷ്യത്തിലൂടെ നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. കൂടാതെ മക്കളുടെ രോഗസൗഖ്യങ്ങൾ, ഇവരുടെ ജീവിതത്തിലേക്ക് കിട്ടിയ മറ്റ് കൃപകൾ നമുക്ക് ഓരോ സാക്ഷ്യത്തിലും നമുക്ക് കേൾക്കുവാൻ കഴിയുക. തിരുവചനം പറയുന്നത് പോലെ നാം ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. അതായത് ഉടമ്പടി എടുത്ത്, ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുക. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും കരുതലോടെ ചെയ്തുകൊള്ളുമെന്നാണ് നമുക്ക് മനസ്സിലാവുക. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.